വഖഫ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ മുനമ്പത്ത് ദശാബ്ദങ്ങളായി താമസിക്കുന്നവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. ആരെയും ഒഴിപ്പിക്കില്ലെന്നും സർക്കാർ നിലപാട് വഖഫ് ബോർഡും അംഗീകരിച്ചെന്നും പിണറായി വിജയൻ പറഞ്ഞു. വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയമപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. കടുത്ത എതിർപ്പ് അതുയർത്തി. മാത്രമല്ല, BJP-യോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരടക്കം അതിനോട് വിയോജിച്ചു. നേരെ പാസ്സാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയ്ക്ക് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഉദ്ദേശം വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മാർ ജോസഫ് പാംപ്ലാനി. അവകാശങ്ങൾ സംരക്ഷിക്കാനായി വഖഫ് സംവിധാനത്തെ ആശ്രയിക്കുന്നതിൽ പരാതിയില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷത്തെയും തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് വിവരദോഷം കാണിക്കാനുള്ളതാണോ ഭരണ സംവിധാനമെന്നും മാർ ജോസഫ് പാംപ്ലാനി ചോദിച്ചു. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വഖഫ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ന്യായമായ ആവശ്യങ്ങള് മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവരെന്ന നിലയില്, കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയില് ഞങ്ങൾക്ക് 100% പിന്തുണയേ ഉള്ളൂ. ഞങ്ങൾ സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട്